കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഉയർന്നു കേൾക്കാതിരുന്ന ഒരു ചോദ്യം, വളരെ അപകടകരമായ ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാണ് ചൈനയുടെ അടുത്ത പ്രസിഡന്റ്? ഷീ ജിൻപിങ്ങിന് ശേഷം ചൈനയെ ആര് നയിക്കും? തുടർച്ചയായുള്ള തന്റെ ഭരണത്തിലൂടെ മാത്രമേ ചൈനയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാനാകൂ എന്നായിരുന്നു ഇത്രയും കാലം ഷീ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പ്രായം കൂടുന്തോറും ഒരു പിൻഗാമിയെ ഉടൻ തിരഞ്ഞെടുക്കേണ്ടതിന്റെ അപകട സാധ്യതകൾ അദ്ദേഹം മുന്നിൽ കാണുന്നുമുണ്ട്. തന്റെ നല്ല കാലത്ത് അധികാര കൈമാറ്റം സംഭവിച്ചില്ല എങ്കിൽ അത് ശത്രുക്കൾക്ക് ആയുധം നൽകുന്നതിന് തുല്യമാകും. പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. അതിനാൽ തന്നെ തന്റെ നയങ്ങളെയും പരിപാടികളെയും അംഗീകരിക്കുകയും അതേ മാതൃകയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന 1970കളിൽ ജനിച്ച ഒരാളെയായിരിക്കും ഷീ തിരഞ്ഞെടുക്കുക എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. തന്റെ സമകാലീനായ ഒരാൾക്ക് അധികാരം കൈമാറുന്നത് തന്റെയും രാജ്യത്തിന്റെയും ഭാവിക്ക് ഗുണകരമാകില്ല എന്നും ഷീ കരുതുന്നുണ്ട്. അങ്ങനെയൊന്നുണ്ടായാൽ അത് സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് കാരണമായ മിഖെയിൽ ഗോർബച്ചോവിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ ആയിരിക്കുമെന്നും ഷീ ഭയക്കുന്നു. എന്തുകൊണ്ടാണ് ചൈനയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരാനുള്ള കാരണം? ഷീയുടെ ഭരണകാലം ചൈനയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 20ാമത് കേന്ദ്ര കമ്മിറ്റിയുടെ 4ാമത് പാർട്ടി പ്ലീനം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആരംഭിച്ചത്. അതുമുതലാണ് ഷീയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൈനയിലും അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായി തുടങ്ങിയതും. ചൈനയിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് വലിയ സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാലത്തിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള ചൈനയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള യോഗം കൂടിയാണ് ബീജിംഗിൽ ചേർന്നത്. ടെക്നോളജിയിലും പ്രൊഡക്ഷനിലും ലോകത്ത് ചൈന കൈവരിച്ച മുൻതൂക്കം സംബന്ധിച്ചും ചർച്ചകൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധത്തെ ഷീയുടെ നേതൃത്വത്തിൽ ഫലപ്രദമായി പ്രതിരോധിക്കാനായെന്നും യോഗം വിലയിരുത്തിയതായാണ് വിവരം. ഈ ഘട്ടത്തിൽ തന്നെയാണ് യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഷീയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നത്. യോഗത്തിൽ വെച്ച് ഷീ തന്റെ പിൻഗാമികളാകാൻ സാധ്യതയുള്ളവരെ കണ്ടെത്താനായി സൈദ്ധാന്തിക തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും കൂടുതൽ ചെറുപ്പക്കാരെ നിയമിക്കാൻ സാധ്യതയുള്ളതായാണ് വിലയിരുത്തൽ. തനിക്ക് സ്വാധീനമുള്ള ഒരു ഘട്ടത്തിൽ തന്നെ തന്റെ പിൻഗാമിയെ കണ്ടെത്താനായിരിക്കും ഷീ ഇതിലൂടെ ശ്രമിക്കുക. കാരണം പ്രായം കൂടുന്തോറും പിന്തുടർച്ചാവകാശം സംബന്ധിച്ച് പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള തന്റെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം കരുതുന്നതായി പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പറയുന്നു. മുൻകാലങ്ങളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇത്തരം അധികാര കൈമാറ്റ തർക്കങ്ങൾ ഷീ നേരിട്ട് കണ്ടതുമാണ്. പ്രായമായപ്പോൾ തന്റെ പിതാവിനെ മാവോ സെതൂങ് പുറത്താക്കിയതിന് ഷീ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നീട് ഷാവോ സിയാങ്ങിനെ പുറത്താക്കി ഡെങ് സിയാവോപിങ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതും പിന്നീട് ജിയാങ് സെമിനെ പിന്തുടർച്ചക്കാരനാക്കിയതുമെല്ലാം ഷീ കണ്ടതാണ്. ഇത്തരമൊരു അധികാര തർക്കം ഒഴിവാക്കുകയാണ് ഷീയുടെ ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് തന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 72ാം വയസ്സിൽ പിന്തുടർച്ച സംബന്ധിച്ച കാര്യങ്ങളിൽ താൻ തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന് ഷീക്ക് നന്നായി അറിയാമെന്നും ചൈനീസ് സ്ട്രാറ്റജി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ക്രിസ്റ്റഫർ കെ ജോൺസൺ പറയുന്നുണ്ട്. സാധാരണ നിലയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 7 അംഗ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ നിന്ന് അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കാറുണ്ടെങ്കിലും ഷീയുടെ പിൻഗാമിയായി നിലവിലെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഷീ ഉൾപ്പെടെ ഇപ്പോഴുള്ള മുഴുവൻ അംഗങ്ങളുടെയും പ്രായം 60-ന് മുകളിലാണ് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണവും. ഷീ സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 57 വയസ്സായിരുന്നു. നിലവിലുള്ള പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന് ഷീയുടെ അത്രയും കാലം ഭരണത്തിലിരിക്കാൻ സാധിക്കില്ല എന്നതും ഈ പട്ടികയിൽ നിന്ന് ആരെയും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല എന്നതിന് കാരണമായി പറയുന്നുണ്ട്. 2027ലാണ് ഇനി അടുത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുസമ്മേളനം നടക്കുക. അതിനാൽ തന്നെ 1970കളിൽ ജനിച്ച ഒരാളെ ആയിരിക്കും ഷീ തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഷീ തന്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിൽ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുപ്പക്കാരും അദ്ദേഹത്തിന് വിശ്വാസമുള്ളവരും സാധാരണഗതിയിൽ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടേണ്ടിവരുന്നവരുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രായമുള്ളവരാണ്. പുതിയ തലമുറ നേതാക്കളിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസവുമില്ല എന്നുള്ളതും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. പുതിയ നേതാക്കളുമായി അദ്ദേഹത്തിന് വലിയ അടുപ്പമില്ല എന്നതും പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നാണ് തായ്വാനിലെ നാഷണൽ ചെങ്ജി യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വാങ് സിൻ ഹിസിയാൻ പറയുന്നത്. മേൽപ്പറഞ്ഞതെല്ലാം ചൈനയ്ക്ക് പുറത്ത് മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളാണ്. അതിനപ്പുറം ചൈനയ്ക്കകത്ത് നിന്നോ ഷീയിൽ നിന്നോ അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിനെക്കുറിച്ചോ പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചോ യാതൊരു ചർച്ചകളും പുറത്തു വന്നിട്ടില്ല. ചൈനയിൽ അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരികയുമില്ല എന്നതാണ് ചൈനയുടെ ചരിത്രം.